ഹായ്, ചൈനയിലെ വിദൂരമായ പർവ്വതനിരകൾക്കുള്ളിൽ ലോകം മറന്നുപോയെന്ന് തോന്നിക്കുന്ന ഒരു ചെറിയ വിദ്യാലയമുണ്ട്. അതിന്റെ ചുവരുകൾ വിണ്ടു കീറിയിരിക്കുന്നു, ക്ലാസ് മുറികൾ തകർന്നു വീഴാറായിരിക്കുന്നു. അവിടേക്ക് നടന്നു കയറുന്ന ഓരോ കുട്ടിയും ദാരിദ്ര്യത്തിനെതിരെയുള്ള കഠിനമായ പോരാട്ടത്തിലാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ സ്കൂളിലെ ഏക അധ്യാപകന് അവിടുന്ന് പോകേണ്ടി വന്നു. അദ്ദേഹത്തിന് പകരമെത്തുന്നതാകട്ടെ അനുഭവ സമ്പത്തോ മുന്നോട്ടുള്ള വഴിയെക്കുറിച്ച് വ്യക്തമായ ധാരണയോ ഇല്ലാത്ത 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. യാത്ര തിരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അവൾക്ക് ലളിതമായൊരു നിർദ്ദേശം നൽകി. സ്കൂളിൽ വരുന്ന കുട്ടികളിൽ ഒരാൾ പോലും കുറയരുത്. എന്നാൽ അവളുടെ വിദ്യാർത്ഥികളിൽ ഒരാൾ നഗരത്തിലേക്ക് കടന്നു കളയാൻ ശ്രമിച്ചു. ആ ലളിതമായ വാഗ്ദാനം, ആ നിർദ്ദേശം അതോടെ ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീക്ഷയുടെയും വലിയൊരു യാത്രയായി ആ പെൺകുട്ടിക്ക് മുന്നിൽ മാറി. എല്ലാവർക്കും നമസ്കാരം. സിനിമാ കഥയിലേക്ക് സ്വാഗതം. നിശ്ചയദാർഢ്യത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും ഒരു വാഗ്ദാനത്തിന്റെയും ഹൃദയസ്പർശിയായ കഥ പറയുന്ന നോട്ട് വൺലെസ് എന്ന സിനിമയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഴിയുമെങ്കിൽ വീഡിയോ ഹൈപ്പ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. പക്ഷേ കഥയ്ക്ക് മുമ്പ് ഈ സിനിമയുടെ കഥാപശ്ചാത്തലം കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. 1990കളിൽ ചൈനയിൽ പ്രാഥമിക വിദ്യാഭ്യാസ പരിഷ്കരണം ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണനകളിൽ ഒന്നായി മാറി. 1960കളുടെ അവസാനത്തിലും 1970കളുടെ തുടക്കത്തിലുമായി നടന്ന ചൈനീസ് കൾച്ചറൽ റവല്യൂഷൻ കാരണം ഏകദേശം 16 കോടി ചൈനക്കാർക്ക് വിദ്യാഭ്യാസത്തിൽ അവരുടെ അവസരം നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് 1986ൽ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് 9 വർഷത്തെ നിർബന്ധിത വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. പക്ഷേ 1993 ആയപ്പോഴേക്കും രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ കുറഞ്ഞ പുരോഗതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം വ്യക്തമായി. അതിനാൽ 93 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു 7 വർഷ പദ്ധതി ഗവൺമെന്റ് കൊണ്ടുവന്നു. അതിൽ പ്രത്യേകം ശ്രദ്ധ കൊടുത്തു. തൊഴിൽ തേടി ഗ്രാമീണ മേഖലയിലെ ധാരാളം സ്കൂൾ കുട്ടികൾ പഠനം ഉപേക്ഷിക്കുന്നത് വിദ്യാഭ്യാസ പ്രവർത്തകർ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഒന്നായിരുന്നു. നഗര ഗ്രാമ മേഖലകൾ തമ്മിലുള്ള വലിയ അന്തരമായിരുന്നു മറ്റൊരു പ്രശ്നം. ഗ്രാമീണ സ്കൂളുകളെ അപേക്ഷിച്ച് നഗരങ്ങളിലെ സ്കൂളുകളിൽ ഫണ്ടും അധ്യാപകരുടെ നിലവാരവും വളരെ മെച്ചപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമീണ സ്കൂളുകളിലെ അധ്യാപകർ കുട്ടികളെ പിടിച്ചു നിർത്താൻ ഏറെ കഷ്ടപ്പെട്ടിരുന്നു. ഈയൊരു സാഹചര്യത്തിൽ കഥ നേരെ ചൈനയിലെ ഹെബൈ പ്രവിശ്യയിലെ ഒരു മലയോര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷിക്വാൻ പ്രൈമറി സ്കൂളിലേക്ക് തിരിയുന്നു. അതിനർത്ഥം ഒഴുകുന്ന ഉറവയെന്നാണ്. എന്നാൽ അതിലൊരു ക്രൂരമായ വൈരുദ്ധ്യം കൂടിയുണ്ട്. ആ മലമുകളിൽ കളകളാരവം പൊഴിക്കുന്ന അരുവികളൊന്നുമില്ല. പകരം ഏതാനും മണ്ണിഷ്ടിക വീടുകൾ മാത്രം. സ്കൂളിന്റെ ചുവരുകളിലെ വിടവുകളിലൂടെ ഒരു കുട്ടിയുടെ വിരൽ സുഗമമായി കടന്നുപോകും. ഗ്രാമത്തിലെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. തകർന്നതും അപൂർണവും. എന്നാൽ നിലം പതിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് എങ്ങനെയോ അത് നിവർന്നു നിൽക്കാൻ ശ്രമിക്കുകയാണ്. മിസ്റ്റർ ഗാവോവാണ് ഈ വരണ്ട പ്രദേശത്തെ ഏക പ്രകാശകിരണം. അദ്ദേഹം ആ സ്കൂളിലെ ഏക അധ്യാപകനാണ്. കഴിഞ്ഞ 6 മാസമായി അദ്ദേഹത്തിന് ശമ്പളം പോലും ലഭിച്ചിട്ടില്ല. എങ്കിലും തന്നെക്കാൾ വലിയ ഏതോ ലക്ഷ്യത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനെ പോലെ ഓരോ ദിവസവും തകർന്നു വീഴാറായ ബ്ലാക്ക് ബോർഡിന് മുന്നിൽ അദ്ദേഹം വന്നു നിൽക്കുന്നു. കുട്ടികളെ പഠിപ്പിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന വാർത്ത അദ്ദേഹത്തെ തേടിയെത്തി. ഗാവോ മാഷിന് 1 മാസത്തേക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങണം. അതുവരെ സ്കൂളിൽ പകരം അധ്യാപകന്റെ ആവശ്യമുണ്ട്. പകരം അധ്യാപകനെ കണ്ടെത്താൻ അവിടുത്തെ ഗ്രാമത്തലവൻ ആഴ്ചകളോളം തന്റെ പഴയ ചെരുപ്പുകൾ തേഞ്ഞു തീരുമാറ് ഒരു ദരിദ്ര ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് നടന്നു. പക്ഷേ എല്ലായിടത്തു നിന്നും ഒരേ ഉത്തരമായിരുന്നു ലഭിച്ചത്. നിശബ്ദമായ ഒരു തലയാട്ടൽ. തങ്ങൾ ഇല്ലെന്ന അർത്ഥത്തിൽ. ഒടുവിൽ വിധി ഈ അസാമാന്യമായ ദൗത്യം വെയ്മിൻസ്കി എന്ന പെൺകുട്ടിയുടെ ചുമലിൽ അടിച്ചേൽപ്പിച്ചു. അവൾക്ക് വെറും 13 വയസ്സ് പ്രായമേയുള്ളൂ. ബാല്യത്തിന്റെ അവസാന അടയാളങ്ങൾ ഇപ്പോഴും വിട്ടുമാറാത്ത അവളുടെ അറിവ് ഒരു പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നതായിരുന്നു. അവൾ അങ്ങനെ ഗാവോ മാഷിന്റെ മുമ്പിൽ വന്നു നിന്നു. ഗാവോ മാഷ് അവളെ കണ്ട് നെറ്റിച്ചുളിച്ചു ചോദിച്ചു, നിനക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പാടാനറിയാം, എന്നാൽ ഒരു പാട്ട് പാടിക്കേ. അവൾ അതോടെ ഒരു ദേശാഭിമാന ഗാനം പാടാൻ തുടങ്ങി. ആ ഈണം അത്രമേൽ മോശമായിട്ടായിരുന്നു കേൾക്കപ്പെട്ടത്. ഗാവോ മാഷ് വീണ്ടും ചോദിച്ചു, നിനക്ക് വേറെന്താ ചെയ്യാൻ പറ്റുക? പാഠപുസ്തകത്തിൽ നിന്ന് പാഠങ്ങൾ പകർത്തിയെഴുതാൻ തനിക്ക് കഴിയും എന്ന് മിൻസി പറഞ്ഞു. ഗാവോ മാഷിന്റെ കണ്ണുകളിലെ വെളിച്ചം അത് കേട്ടൽപ്പം മങ്ങുന്നുണ്ടെങ്കിലും തൃപ്തിയായില്ലെങ്കിൽ കൂടിയും മുമ്പിൽ മറ്റു വഴികളില്ലാത്തതിനാൽ അവളെ അധ്യാപികയാക്കാൻ അദ്ദേഹം തലയാട്ടി. ആ സ്ഥലം നഗരത്തിൽ നിന്ന് കുറേയധികം ദൂരെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ പശുക്കളെ മേയ്ക്കാനോ വയലിൽ പണിയെടുക്കാനോ പോകാതെ നീ അവരെ നിരീക്ഷിച്ചാൽ മാത്രം മതി എന്നായിരുന്നു
എന്നായിരുന്നു അധ്യാപകൻ അവളോട് സൂചിപ്പിച്ചത്. സ്കൂളിന്റെ ചുമതല കൈമാറാൻ സമയമായപ്പോ ഗാവോ മാഷ് തന്റെ കയ്യിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് പുറത്തെടുത്തു. അത് ഒരു പെട്ടി ചോക്കായിരുന്നു. തഴമ്പിച്ച തന്റെ കൈകൾ കൊണ്ട് അദ്ദേഹം സൂക്ഷ്മതയോടെ ഒരു ചോക്ക് കഷ്ണം ഉയർത്തിപ്പിടിച്ച് ഗൗരവത്തോടെ പറഞ്ഞു, നിന്റെ മുമ്പിൽ 26 ദിവസങ്ങളുണ്ട്. 26 ദിവസങ്ങൾ. ഓരോ ദിവസത്തിനും ഞാൻ നിനക്കോരോ ചോക്ക് കഷ്ണം വീതം തരും. ഒരു ചോക്ക് കഷ്ണം കൊണ്ട് ബ്ലാക്ക് ബോർഡിൽ ഒരു പാഠം എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? അക്ഷരങ്ങൾ വളരെ ചെറുതായിട്ട് എഴുതരുത്. കുട്ടികൾക്കത് കാണാൻ പ്രയാസമാകും. അതവരുടെ കണ്ണുകളെ ബാധിക്കും. എന്നാൽ ഒരുപാട് വലുതായിട്ടും എഴുതരുത്. കൂടുതൽ വലുതായാൽ ചോക്ക് വെറുതെ പാഴാകും. പിന്നീട് ഒരു ദിവസത്തേക്ക് ഒരു ചോക്ക് കഷ്ണം തികയാതെ വരും. മനസ്സിലാവുന്നുണ്ടോ? ഗാവോ മാഷിന്റെ ഈ കർശനമായ നിയമം പിശുക്കുകൊണ്ടായിരുന്നില്ല, മറിച്ച് ദാരിദ്ര്യത്തെ അകറ്റി നിർത്താനുള്ള ലളിതവും നിരാശാജനകവുമായ ഒരു മാർഗം മാത്രമായിരുന്നു അത്. അടുത്ത ദിവസം ഗാവോ മാഷ് വീട്ടിലേക്ക് തിരിച്ചു. മിങ്സി ഗാവോ മാഷ് പുറപ്പെടാനിറങ്ങിയ ആ പഴയ ട്രക്കിന് പിന്നാലെ പൊടിപടലങ്ങളിലൂടെ ഓടിച്ചെന്നുറക്കെ ചോദിച്ചു, എനിക്ക് തരാമെന്ന് പറഞ്ഞ 50 യുവാൻ നിങ്ങൾ എപ്പോഴാണ് തരുന്നത്? തന്റെ കയ്യിൽ പണമില്ലെന്ന് ഗാവോ മാഷ് അവളോട് പറഞ്ഞു. തുടർന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു, മിങ്സി, കുട്ടികളെ നന്നായി നോക്കണം. ഈ 28 വിദ്യാർത്ഥികളിൽ ഒരാൾ പോലും ഈ സ്കൂൾ വിട്ട് പോകരുത്. ഒരാൾ പോലും കുറഞ്ഞേക്കരുത്. നോട്ട് വൺ ലെസ്. നിനക്കതിന് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് 50 യുവാനും കൂടാതെ പ്രതിഫലമായി 10 യുവാനും കൂടി തരും. മിങ്സിയെ സംബന്ധിച്ചിടത്തോളം 60 യുവാൻ എന്നത് വളരെ വലിയൊരു തുകയായിരുന്നു. ഒരാൾ പോലും കുറയരുത് എന്ന മാഷിന്റെ വാചകം അവളുടെ ലളിതവും പിടിവാശിയുള്ളതുമായ ആ ഹൃദയത്തിൽ ഒരു ആണി പോലെ തറഞ്ഞു കയറി. മിങ്സി അത്യാഗ്രഹമോ ദുർവാശിയുള്ളവളായിരുന്നില്ല. എന്നാൽ ദാരിദ്ര്യത്തിൽ മുങ്ങിത്താഴുന്ന ഒരു 13 വയസ്സുകാരിക്ക് 50 യുവാൻ എന്നത് അന്ന് ഒരു ജീവരേഖ തന്നെയായിരുന്നു. ഗാവോ മാഷ് പോയി കഴിഞ്ഞതും മിങ്സി തന്റേതായ വിചിത്രമായ അധ്യാപന രീതി ആരംഭിച്ചു. എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം എന്നവൾക്കൊരു അറിവുമില്ലായിരുന്നു. പാഠപുസ്തകം മുഴുവൻ ബ്ലാക്ക് ബോർഡിലേക്ക് വീണ്ടും വീണ്ടും അവൾ പകർത്തി എഴുതി. അതായിരുന്നു അവളുടെ ക്ലാസ്. ഒരേയൊരു വാതിലിനു മുന്നിൽ ഒരു കാവൽക്കാരിയെ പോലെ അവൾ നിൽക്കുന്നതായിരുന്നു അവളുടെ അച്ചടക്ക രീതി. ഈ കടുപ്പമുള്ള രീതികളിലൂടെ മാഷ് വരുമ്പോഴേക്കും 50 യുവാൻ എളുപ്പത്തിൽ നേടാം എന്ന് മിങ്സി വിശ്വസിച്ചു. എന്നാൽ പതിയെ ഓരോ വെല്ലുവിളികൾ അവൾക്ക് മുമ്പിൽ ഉയർന്നു വരാൻ തുടങ്ങി. ക്ലാസ് മുറി അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തി. അധികാരം കാണിക്കാനും നിയന്ത്രിക്കാനും ആളില്ലാത്തതിന്റെ അഭാവം കുട്ടികൾ തിരിച്ചറിഞ്ഞു. തങ്ങളെക്കാൾ അല്പം മാത്രം ഉയരമുള്ള, കണ്ണുകളിൽ ഭയം ഒളിഞ്ഞിരിക്കുന്ന ആ ചെറിയ അധ്യാപികയ്ക്ക് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നേരിടാൻ കഴിയില്ലെന്ന് അവർ കരുതി. പെട്ടെന്നാണ് ആ വലിയ ശബ്ദം കേട്ടത്. ഷാങ് ഹുയിക്ക എന്ന ആൺകുട്ടി 3 കാലുള്ള ആ ലെക്ചർ സ്റ്റാൻഡ് തട്ടിമറിച്ചിട്ടു. ചോക്കുപെട്ടി നിലത്ത് വീണ് 26 വെള്ള ചോക്ക് കഷ്ണങ്ങളും പൊടിപടലങ്ങളിലേക്ക് തകർന്നു വീണു. മിങ്സിയുടെ കണ്ണുകൾ തൽക്ഷണം ചുവന്നു. ഒരു വിദ്യാർത്ഥിയെ എങ്ങനെ ശിക്ഷിക്കണം എന്നവൾക്കറിയില്ലായിരുന്നു. അതിനാൽ അവൾ ഓടിച്ചെന്ന് ഹുയിക്കയുടെ കയ്യിൽ പിടിച്ച് പ്രസംഗപീഠത്തിനടുത്തേക്ക് വലിച്ചിടിച്ച് തകർന്ന ചോക്കുകൾ പെറുക്കാൻ അവനെ നിർബന്ധിച്ചു. എന്നാൽ ഹുയിക്ക തന്റെ തെറ്റ് സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല. പകരം അവശേഷിച്ച ചോക്ക് ആ ശ്രമത്തിനിടയിൽ അവന്റെ കാലിനടിയിൽപ്പെട്ട് ചവിട്ടിയരക്കപ്പെട്ടു. അതോടെ അവ പൂർണ്ണമായി നശിച്ചു. ആ ദിവസം വൻ കോലാഹലത്തിലായിരുന്നു അവസാനിച്ചത്. അന്ന് രാത്രിയിൽ ക്ലാസ്സിലെ ലീഡറായ ഷാങ് മിൻജിയാങ് എന്ന പെൺകുട്ടി നടന്ന സംഭവങ്ങളത്രയും തന്റെ ഡയറിയിൽ കുറിച്ചുവെച്ചു. അടുത്ത ദിവസം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാമത്തലവനോടൊപ്പം 2 പുരുഷന്മാർ അവിടെ എത്തി. അതിലൊരാൾ മിടുക്കരായ യുവകായിക താരങ്ങളെ തിരഞ്ഞെടുക്കുന്ന കൗണ്ടിയിലെ ഒരു സ്പോർട്സ് കോച്ചായിരുന്നു. അത്ഭുതകരമായ വേഗത്തിലോടാൻ കഴിയുന്ന മിൻജിയാങ് എന്ന പെൺകുട്ടിയിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ പതിച്ചു. അവളുടെ വേഗതയും സഹിഷ്ണുതയും അപൂർവമായ കഴിവുകളായി അദ്ദേഹം നോക്കിക്കണ്ടു. മിൻജിയാങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആ മലനിരകൾക്കപ്പുറത്തേക്ക് പറന്നുയരാനുള്ള ഒരു വലിയ അവസരമായിരുന്നു അത്. ഗ്രാമത്തിന് മുഴുവൻ അത് അഭിമാനകരമായ കാര്യവുമായിരുന്നു. എന്നാൽ മിങ്സി അതിനെതിരെ നിന്നു. അവൾ ഗ്രാമത്തലവനോട് പറഞ്ഞു, ഗാവോ മാഷ് തിരികെ വരുന്നവരെ ഒരു വിദ്യാർത്ഥിയും ഇവിടെ നിന്ന് എവിടെയും പോകില്ല. മിങ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പോലും കുറയരുത് എന്ന മാഷിന്റെ വാചകം വെറുമൊരു വാചകമായിരുന്നില്ല. അത് ഗാവോ മാഷിനോടുള്ള അവളുടെ പ്രോമിസും ശമ്പളം ലഭിക്കാനുള്ള ഉറപ്പുമായിരുന്നു. എന്നാൽ ഗ്രാമത്തലവൻ അവളുടെ വാക്കുകളെ അവഗണിച്ചു. അടുത്ത ദിവസം രാവിലെ തയ്യാറായിരിക്കാൻ മിൻജിയാങ്ങിനോട് അദ്ദേഹം പറയുകയും ചെയ്തു. അടുത്ത ദിവസം മിൻജിയാങ്ങിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഗ്രാമത്തലവൻ എത്തി. പക്ഷെ അവളെ അവിടെയെങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം സ്കൂൾ മുഴുവൻ തിരഞ്ഞെങ്കിലും കുട്ടിയെ കണ്ടെത്താനുമായില്ല. മിങ്സി അവളെ എവിടെയോ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്നാൽ എത്ര തവണ ചോദിച്ചിട്ടും മിങ്സി ഒന്നും പറഞ്ഞതുമില്ല. മറ്റൊരു വഴിയുമില്ലാതെ ഗ്രാമത്തലവൻ 50 ഫെൻ പുറത്തെടുത്ത് ഹുയിക്ക എന്ന വിദ്യാർത്ഥിയെ വിളിച്ച് അവന് കൈക്കൂലിയായി നൽകി. ആ ദരിദ്രനായ ആൺകുട്ടിക്ക് 50 ഫെൻ എന്നാൽ 10 മിഠായികൾ എന്നായിരുന്നു അർത്ഥം. എതിർക്കാൻ കഴിയാത്തത്ര വലിയൊരു പ്രലോഭനം. ഹുയിക്ക മിൻജിയാങ്ങിന്റെ ഒളിത്താവളം അതോടെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അവർ
അവർ മിൻജിയാങ്ങിനെ ഒരു ജീപ്പിൽ കയറ്റി കൊണ്ടുപോകാൻ തുടങ്ങി. മിങ്സി പൊടിപാറുന്ന ആ വഴിയിലൂടെ ആ ജീപ്പിന് പിന്നാലെയോടി. പക്ഷേ ഏറെ ദൂരം അവൾക്ക് പോകാൻ പറ്റുമായിരുന്നില്ല. ആ പൊടിപടലങ്ങൾക്കുള്ളിൽ അവൾ കുഴങ്ങി നിന്നു. സ്വന്തം വിധി മാറ്റിയെഴുതാനുള്ള ഒരു അവസരത്തിന്റെ വില എന്താണെന്ന് അവൾക്കപ്പോൾ മനസ്സിലായിരുന്നില്ല. അവൾക്കാകെ അറിയുന്നത് ഗാവോമാശ തന്നെ ഏൽപ്പിച്ചുപോയ 28 കുട്ടികളുടെ സംഖ്യ കുറയരുത് എന്നത് മാത്രമായിരുന്നു. അദ്ദേഹത്തിന് നൽകിയ പ്രോമിസ് പാലിക്കപ്പെടണമെന്നും. സ്കൂളിലേക്ക് തിരികെയെത്തിയ മിങ്സി ബോർഡിൽ പാഠങ്ങൾ പകർത്തിയെഴുതാനുള്ള ഊർജമെല്ലാം നഷ്ടപ്പെട്ട് വാതിലിനടുത്ത് തളർന്നിരുന്നു. ക്ലാസ്സിനുള്ളിൽ കുട്ടികളുടെ ഓട്ടവും ബഹളവും അവളുടെ നാടുകളെ തളർത്തി. അവൾ ക്ലാസ് മുറിയിലേക്ക് ഇരച്ചു കയറി ഏവരോടും ശബ്ദമുണ്ടാക്കരുതെന്ന് അലറി. ദുഃഖവും ദേഷ്യവും അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഷാങ് മിൻജിയാങ്ങിന്റെ ഡയറിയെ ചൊല്ലിയായിരുന്നു ക്ലാസ്സിനകത്ത് തർക്കം നടന്നിരുന്നത്. അവൾ ദിവസവും എഴുതാറുള്ള ഡയറി. അതിൽ മിങ്സിയെക്കുറിച്ചും പരാതികൾ എഴുതിയിട്ടുണ്ട് എന്ന് ഡയറി എടുത്ത ഹുയിക്ക വാദിച്ചു. അതോടെ അതുറക്കെ വായിക്കാൻ മിങ്സി അവനോട് ആവശ്യപ്പെട്ടു. മിങ്സിക്കെതിരായി എന്തെങ്കിലും അതിലുണ്ടാകുമെന്ന് ഹുയിക്ക പ്രതീക്ഷിച്ചിരുന്നു. അവൻ ക്ലാസ്സിന് മുഴുവൻ കേൾക്കാവുന്ന രീതിയിൽ ഷാങ് മിൻജിയാങ്ങിന്റെ ഡയറി ഉറക്കെ വായിക്കാൻ തുടങ്ങി. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മിങ്സിയുടെ പേരെവിടെയും ഉയർന്നു വന്നില്ല. പകരം ഹുയിക്ക ചെയ്ത കുസൃതികളും തന്റെ പ്രായത്തേക്കാൾ കവിഞ്ഞ ചിന്തയോടെ എഴുതിയ സമീപകാലത്തെ ചോക്ക് സംഭവമായിരുന്നു അതിൽ നിറഞ്ഞു നിന്നത്. ഗാവോമാഷിനെ പോലൊരു അധ്യാപകന് ലഭിച്ചത് അവരുടെ വലിയ ഭാഗ്യമാണെന്നും ഈ പ്രായത്തിലും അദ്ദേഹം തങ്ങളുടെ ഭാവിയെക്കുറിച്ചോർത്ത് വല്ലാതെ വ്യാകുലപ്പെടുന്നുണ്ടെന്നും അവൾ അതിൽ എഴുതിയിരുന്നു. തന്റെ സ്വകാര്യ ചിന്തകൾ മുഴുവൻ ക്ലാസ്സിന് മുന്നിൽ അങ്ങനെ തുറന്നു കാട്ടപ്പെട്ടപ്പോ മിൻജിയാങ് ദുഃഖം കൊണ്ട് കരഞ്ഞു. അതാരും വായിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. താൻ ക്ലാസ് ലീഡർ ആയതുകൊണ്ട് മാത്രമാണ് അവൾ ആ ഡയറി സൂക്ഷിച്ചതുപോലും. ഗാവോമാഷ് തിരികെ വരുമ്പോ തന്റെ അഭാവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാൻ കഴിയുമല്ലോ എന്ന് മാത്രമായിരുന്നു അവൾ കരുതിയത്. അവളുടെ വാക്കുകളൊക്കെ കേട്ടതും ക്ലാസ് മുറി നിശബ്ദമായി. മിൻജിയാങ് എഴുതിയ വാക്കുകൾ മിങ്സിയുടെ കഠിനമായ മനസ്സിൽ പോലും ആ നിമിഷം തറച്ചു കയറി. അന്ന് രാത്രി മിങ്സി ഹുയിക്കയെ കിടക്കയിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് അവനോടായി പറഞ്ഞു, നീ ചെയ്ത പ്രവൃത്തിക്ക് മിൻജിയാങ്ങിനോട് മാപ്പ് പറയണം. പക്ഷേ തന്റെ ആത്മാഭിമാനം വളരെ കാര്യമായി കരുതിയിരുന്ന ഹുയിക്ക മിൻജിയാങ്ങിന് മുമ്പിൽ തലകുനിക്കാനും ക്ഷമാപണം നടത്താനും വിസമ്മതിച്ചു. പകരം അവൻ പറഞ്ഞു, ഞാൻ മാപ്പ് പറയില്ല. പകരം മിസ്സിന്റെ ജോക്കൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ, അതിന്റെ പണം ഞാൻ തരാം. ഗ്രാമത്തലവന്റെ കയ്യിൽ നിന്ന് ലഭിച്ച കൈക്കൂലിയായി 50 ഫെൻ അവൻ പോക്കറ്റിൽ നിന്ന് പുറത്തെടുത്തു. 50 ഫെൻ എന്നത് ഒരു പെട്ടി ചോക്കിന് തികയുന്നതായിരുന്നു. കുട്ടികളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് മതിയാവും. അതുകൊണ്ട് മിങ്സി അതിന് സമ്മതിച്ചു. പതിയെ പതിയെ മിങ്സി അധ്യാപിക എന്ന നിലയിൽ അവളുടെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു. കുട്ടികളുമായുള്ള അവളുടെ ബന്ധം വളർന്നു. അപ്പോഴാണ് ഏറ്റവും ദാരുണമായൊരു സംഗതി വന്നെത്തുന്നത്. അടുത്ത ദിവസം രാവിലെ മിങ്സി ഹാജർ വിളിച്ചപ്പോ ക്ലാസ് മുറിയിൽ കനത്ത നിശബ്ദത പടർന്നു. ഹുയിക്കയുടെ പേര് വിളിക്കുമ്പോ ആരും മറുപടി നൽകുന്നില്ല. അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾക്കത് മനസ്സിലായി. ഹൃദയം പിടയുന്ന ഭയത്തോടെ അവൾ നേരെ അവന്റെ വീട്ടിലേക്ക് ഓടി. പഴയ തടിവാതിൽ തള്ളി തുറന്നപ്പോ ഹുയിക്കയുടെ രോഗിയായ അമ്മ ലളിതമായ മൺകിടക്കയിൽ കിടക്കുന്നത് അവൾ നോക്കിക്കണ്ടു. ഹുയിക്കയുടെ പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണെന്നും വലിയൊരു കടബാധ്യത ബാക്കിയാണ് അദ്ദേഹം പോയതെന്നും അവിടെ വെച്ച് അവൾ അറിഞ്ഞു. പൂർണ്ണമായും സുഖമില്ലാതെ കിടക്കുന്ന ആ അമ്മ ആ കടം വീട്ടാനും വീട്ടിൽ സഹായിക്കാനുമായി അവനെ ജോലിക്കായി നഗരത്തിലേക്ക് അയച്ചതാണ്. ദാരിദ്ര്യത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യത്തെ തിരുത്താൻ മിങ്സിക്ക് കഴിയില്ലായിരുന്നു. ഹുയിക്ക എങ്ങോട്ടാണ് പോയത് എന്ന് മിങ്സി ചോദിച്ചപ്പോ അവന്റെ അമ്മ തലയിണയ്ക്കടിയിൽ നിന്ന് ഒരു കഷ്ണം കടലാസ് പുറത്തെടുത്തു. അതിൽ അവനെവിടെ ഉണ്ടാവുമെന്ന സൂചനയുണ്ടായിരുന്നു. ആ നിമിഷം താൻ തന്നെ നേരിട്ട് നഗരത്തിൽ പോയി ഹുയിക്കയെ തിരികെ കൊണ്ടുവരും എന്ന് മിങ്സി തീരുമാനിച്ചു. പക്ഷേ നഗരത്തിലെത്തണമെങ്കിൽ ബസ്സിൽ കയറണം. ബസ്സിൽ പോകാൻ പണം വേണം. പണം ചോദിച്ച് മിങ്സി ഗ്രാമത്തലവന്റെ അടുക്കൽ ചെന്നു. അദ്ദേഹം അവളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഈ ഗ്രാമത്തിലെ കുട്ടികൾക്ക് ഇതൊക്കെ എപ്പോഴും സംഭവിക്കുന്നതാണ്. ഇവിടുത്തെ ദാരിദ്ര്യം അത്രമേൽ രൂക്ഷമാണ്. പഠിക്കുന്നതിനേക്കാൾ പണം സമ്പാദിക്കൽ അവർക്ക് ആവശ്യമായി വരും. അതുകൊണ്ട് അവർ പണം സമ്പാദിക്കാൻ സ്ഥലം വിടും. ഹുയിക്ക അത്തരത്തിൽ ഒരാൾ മാത്രമാണ്. ഹുയിക്കയുടെ കാര്യം വിട്ടുകളഞ്ഞേക്കൂ. ബാക്കി കുട്ടികളിൽ നീ ശ്രദ്ധ കേന്ദ്രീകരിക്ക്. നീ അവനെ കണ്ടെത്തിയാൽ പോലും അവൻ തിരികെ വരാൻ പോകുന്നില്ല. ഗ്രാമത്തലവൻ അത് പറഞ്ഞെങ്കിലും നഗരത്തിൽ പോകാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ മിങ്സി വിസമ്മതിച്ചു. അവൾ തന്റെ വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് തിരിഞ്ഞു. അവരോടായി സംസാരിച്ചു. ആരുടെയെങ്കിലും കയ്യിൽ പണമുണ്ടെങ്കിൽ അത് പുറത്തെടുക്കാൻ ആവശ്യപ്പെട്ടു. കുട്ടികൾ തങ്ങളുടെ പോക്കറ്റുകൾ തൂത്തുവാരി മടങ്ങിയ നോട്ടുകളുടെ ചെറിയൊരു കൂമ്പാരമുണ്ടാക്കി. ദരിദ്രരായ കുട്ടികൾക്ക് അവരുടെ കയ്യിലുള്ള സ്വത്തുക്കളുടെ രൂപത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഏറ്റവും ശുദ്ധമായ ഉദാരമനസ്കത അവർക്കുണ്ടായിരുന്നു. തങ്ങളുടെ സഹപാഠിയെ തിരികെ എത്തിക്കാൻ, അവനെ സഹായിക്കാൻ, തങ്ങളുടെ കയ്യിൽ ഉള്ളതെല്ലാം നൽകാൻ അവർ തയ്യാറായിരുന്നു. എന്നാൽ എല്ലാവരുടെ കയ്യിലുള്ളതും കൂട്ടിയിട്ടും അത് യാത്രാക്കൂലിക്ക് പോലും തികയുമായിരുന്നില്ല.
യാത്രാക്കൂലിയുടെ കാര്യവും മറ്റവും ബ്ലാക്ക് ബോർഡിൽ കണക്കുകൂട്ടി നോക്കാൻ മിങ്സി ക്ലാസ് ലീഡറോട് ആവശ്യപ്പെട്ടു. ഒരു ബസ് ടിക്കറ്റിന് 3 യുവാൻ വന്നേക്കും. പോയി വരാൻ ആകെ 6 യുവാൻ. ഹുയ്ക്കയെ തിരികെ കൊണ്ടുവരാൻ 3 യുവാൻ കൂടി വേണം. ആകെ 9 യുവാൻ. അടുത്ത ദിവസം ഓരോ വിദ്യാർത്ഥിയും വീട്ടിൽ നിന്ന് 50 ഫെൻ വീതം കൊണ്ടുവരാൻ മിങ്സി അതോട് നിർദ്ദേശിച്ചു. അത് മാത്രമുണ്ടായാൽ 10 യുവാനിൽ കൂടുതൽ കിട്ടും. പക്ഷേ കുട്ടികൾ പറ്റില്ലെന്ന് തലയാട്ടി. അവരുടെ കുടുംബങ്ങളിൽ നിന്നും വാങ്ങുവാൻ അവർക്ക് പറ്റുമായിരുന്നില്ല. വീട്ടിൽ ദാരിദ്ര്യം മാത്രമായിരുന്നു ബാക്കി. അപ്പോൾ അവിടുള്ള ബുദ്ധിമാനായ ഒരു വിദ്യാർത്ഥി ഒരാശയം മുന്നോട്ട് വെച്ചു. നമുക്ക് ഇഷ്ടിക ചൂളയിൽ പോയി പണിയെടുക്കാം. 1000 ഇഷ്ടികകൾ ചുമന്നാൽ 15 യുവാൻ കിട്ടും. യാത്രാക്കൂലിക്ക് അത് ധാരാളമാണ്. ആ ആശയം മിങ്സിയുടെ മനസ്സിലുടക്കി. അവളുടെ വാക്കുകേട്ടതും 26 കുട്ടികളും സന്തോഷത്തോടെ ആർത്തുവിളിച്ച് ഇഷ്ടിക ചൂളയിലേക്ക് ഓടി. എന്നാൽ അവിടെത്തിയപ്പോൾ മാനേജറെ എവിടെയും കണ്ടില്ല. അതിനാൽ ആരോടും ചോദിക്കാതെ അവർ ജോലി ആരംഭിച്ചു. കഠിനമായ വെയിലത്ത് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളിൽ കൈകൾ മടക്കിവെച്ച് കുട്ടികൾ തങ്ങളുടെ ചെറിയ ശരീരങ്ങളിൽ വലിയ ഇഷ്ടികകൾ പേറി കട്ടക്കുമ്പാരത്ത് നിന്ന് ചൂളയുടെ വായയിലേക്ക് വീണ്ടും വീണ്ടും നടന്നു. അവർക്ക് അതിന്റെ സാങ്കേതിക വിദ്യ അറിയില്ലായിരുന്നു. പല ഇഷ്ടികകളും കയ്യിൽ നിന്ന് നൂർന്നു വീണ് തകർന്നു. 1000 ഇഷ്ടികകൾ തികയാറായപ്പോഴേക്കും അവരുടെ കൈകളിൽ തിണർപ്പുകൾ വന്നിരുന്നു. കുട്ടികളുടെ കൂട്ടം ഇഷ്ടികൾ ചുമക്കുന്നത് കണ്ട് മാനേജർ അങ്ങോട്ടേക്ക് എത്തി. അവർ തന്റെ സാധനങ്ങൾ നശിപ്പിക്കുകയാണെന്ന് കരുതി അലറി വിളിച്ചെത്തിയ മാനേജർ കുട്ടികളെ ഓടിക്കുകയും ബഹളമുണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തു. പക്ഷെ അവർ മാനേജറോട് കാര്യം പറഞ്ഞു. മാനേജർ അപ്പോഴും 15 യുവാൻ നൽകാൻ വിസമ്മതിച്ചു നിന്നു. എന്നാൽ കുട്ടികളുടെ ആത്മാർത്ഥമായ വാക്കുകളും അവരുടെ വേർപ്പും പൊടിയും പുരണ്ട മുഖവും അവന്റെ മനസ്സിലെ അറിയിച്ചു. അവനും ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നവനാണ്. വിദ്യാഭ്യാസത്തിന്റെ വില എന്താണെന്ന് കൃത്യമായിട്ട് അവൻ അറിയാമായിരുന്നു. ഒടുവിൽ ആ മാനേജർ അവർക്ക് 15 യുവാൻ നൽകി. അതോടെ അവരുടെ തളർന്ന മുഖങ്ങളിൽ അത് പുഞ്ചിരി പടർത്തി. മിങ്സി അവരുമായി തിരികെ പോവാൻ ആരംഭിച്ചു. പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറി മിങ്സി 6 യുവാൻ മുടക്കി 2 ക്യാൻ സോഡ വാങ്ങി. കൊക്കക്കോള. ഈ മലയോര കുട്ടികൾക്ക് കോള എന്നത് ടെലിവിഷനിൽ മാത്രം കണ്ടിട്ടുള്ള ഒന്നായിരുന്നു. 26 കുട്ടികൾ 2 ക്യാൻ കോള. ഓരോരുത്തരും ഓരോ സിപ്പ് വീതം വായിൽ കൊണ്ടു. ജീവിതത്തിൽ ആദ്യമായി അവർ ഒരു ചെറിയ ആഡംബരം രുചിച്ചു. 50 യുവാൻ മാത്രം പ്രതീക്ഷിച്ച് അങ്ങോട്ടേക്ക് വന്ന ആ പെൺകുട്ടിയിൽ നിന്ന് മിങ്സിയേറെ മാറിയിരുന്നു. അവളിപ്പോൾ 28 കുട്ടികളുടെ വിധി സ്വന്തം ചുമലിൽ പേറുന്ന ഒരു സംരക്ഷകയാണ്. എന്നാൽ യാഥാർത്ഥ്യം അവർക്ക് താഴെയുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ മലയോര മണ്ണിനേക്കാൾ കഠിനമാണെന്ന് വൈകാതെ തെളിഞ്ഞു. ബസ് സ്റ്റേഷനിൽ പോയി മിങ്സി ടിക്കറ്റ് നിരക്ക് പരിശോധിച്ചു. ടിക്കറ്റിന് 3 യുവാനല്ല 20 യുവാനും 50 ഫെന്നും വരും. ഇഷ്ടിക ചുമന്ന് അവർ സമ്പാദിച്ച 15 യുവാൻ ഒരു വശത്തേക്കുള്ള യാത്രയ്ക്ക് പോലും തികയില്ല. പിന്നെങ്ങനെയാണ് മടക്കയാത്രയും ഹുയ്ക്കയുടെ ടിക്കറ്റും എടുക്കുക? അതുവരേക്കും ജ്വലിച്ചു തുടങ്ങിയിരുന്ന പ്രതീക്ഷയുടെ ആ തീപ്പൊരി അതിലേക്ക് വെള്ളം കോരി ഒഴിച്ച പോലെ തൽക്ഷണം അണഞ്ഞുപോയി. മിങ്സി കുട്ടികളെ വീണ്ടും ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുപോയി. ബോർഡിൽ കണക്കുകൂട്ടി. അവർ കഴിച്ച കോളയുടെ വില കിഴിച്ചാൽ അവരുടെ കയ്യിൽ 9 യുവാൻ ബാക്കിയുണ്ട്. അവർക്കിനിയും 52 യുവാനും 50 ഫെന്നും കൂടി വേണം. ചൂളയിലെ നിരക്കനുസരിച്ച് ഇനിയും 13,000 ഇഷ്ടികകൾ ചുമക്കണം. തുടർച്ചയായി 17 മണിക്കൂർ നീണ്ട ജോലി. അത് കേട്ടതും കുട്ടികളുടെ വീര്യം ചോർന്നു പോയി. അവരുടെ തളർന്ന മുഖങ്ങൾ കണ്ട് മിങ്സിയുടെ ഹൃദയം തകർന്നു. അവരെ ബുദ്ധിമുട്ടിക്കാൻ മിങ്സിക്ക് പറ്റുമായിരുന്നില്ല. പക്ഷേ തന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ അവൾ കൂട്ടാക്കിയതുമില്ല. അപ്പോഴാണ് ബുദ്ധിമാനായ ആ പഴയ വിദ്യാർത്ഥി മറ്റൊരു പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. അവരുടെ കയ്യിൽ പണമില്ല. സത്യസന്ധമായ വഴി അടഞ്ഞു. പിന്നെയുള്ള ഒരേ ഒരു വഴി നിയമങ്ങൾ ലംഘിക്കുക എന്നത് മാത്രമാണ്. സത്യസന്ധത പഠിക്കേണ്ട ഒരു കൂട്ടം കുട്ടികൾ ടിക്കറ്റ് എടുക്കാതെ എങ്ങനെ ബസ്സിൽ കയറണം എന്ന് തങ്ങളുടെ അധ്യാപികയെ പഠിപ്പിക്കാൻ തുടങ്ങി. അത് വിദ്യാഭ്യാസത്തിന്റെ ദാരുണമായ പരാജയമാണോ അതോ അവരുടെ സാഹചര്യങ്ങളുടെ ക്രൂരമായ വൈരുദ്ധ്യമോ? പക്ഷേ എന്നിരുന്നാലും അത് യഥാർത്ഥത്തിൽ ഫലം കണ്ടു. കുട്ടികൾ ഒരു ശ്രദ്ധ തിരിക്കലുണ്ടാക്കുകയും ആ ആശയക്കുഴപ്പത്തിനിടയിൽ ബസ് കണ്ടക്ടറുടെ കണ്ണുവെട്ടിച്ച് അവർ മിങ്സിയെ ബസ്സിനുള്ളിലേക്ക് കയറ്റുകയും ചെയ്തു. വാഹനം വൈകാതെ മുന്നോട്ടു നീങ്ങി. തങ്ങളുടെ പദ്ധതി വിജയിച്ചെന്ന വിശ്വാസത്തിൽ കുട്ടികൾ നിശബ്ദമായി ആഘോഷിച്ചു. പക്ഷേ ബസ് ഏതാനും സ്റ്റോപ്പുകൾ പിന്നിട്ടപ്പോഴേക്കും മിങ്സി പിടിക്കപ്പെട്ടു. അവളെ ബസ്സിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്തു. മുൻപിൽ നീളുന്ന നീണ്ട റോഡാണ്. പിന്നിലേക്ക് നോക്കിയാലും അത് തന്നെ. ഒന്നുകിൽ മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ വന്ന വഴിയെ തിരികെ നടക്കുക. തുടർന്നവൾ കാൽനടയായി നഗരത്തിലേക്ക് നടക്കാൻ ആരംഭിച്ചു. 13 വയസ്സുള്ള ആ പെൺകുട്ടി കത്തുന്ന സൂര്യന് താഴെ തനിച്ചു നടന്നു. വിജനമായ ഒരു ഹൈവേയിലൂടെ അവൾ തുറസായ വയലുകൾ മുറിച്ചു കടന്നു. രാവു മുതൽ സന്ധ്യ വരെ അവളുടെ നടത്തം തുടർന്നു. അവളുടെ ചെരുപ്പുകൾ കീറിപ്പറഞ്ഞു. പാദങ്ങളിൽ തിണർപ്പുകൾ പൊന്തി. എങ്കിലും അവൾ നിന്നതേയില്ല. ഭാഗ്യവശാൽ ദയുള്ള ഒരു ട്രക്ക് ഡ്രൈവർ ഒരു ഘട്ടത്തിൽ അവൾക്ക് ലിഫ്റ്റ് കൊടുത്തു.
പ്രഭാതത്തോടെ അവൾ നഗരത്തിൽ വന്നു ചേർന്നു. അമ്പരചുംബിയായ കെട്ടിടങ്ങളുള്ള നഗരം, അസാധ്യമാം വിധം ഉയരമുള്ള ഒരു നഗരം, അസാധ്യമാം വിധം തണുപ്പുള്ള നഗരം, അസാധ്യമാം വിധം അപരിചിതമായ ഒരു നഗരം. ആ വിശാലമായ നഗരത്തിൽ ഒരാളെ കണ്ടെത്തുക എന്നത് അവളെ സംബന്ധിച്ചിടത്തോളം വൈക്കോൽ കൂനയിൽ സൂചി തിരയുന്നത് പോലെയായിരുന്നു. ഉയർന്ന കെട്ടിടങ്ങൾക്കും അനന്തമായ ഗതാഗതത്തിനും ഇടയിൽ നിൽക്കുമ്പോൾ മിങ്സിക്ക് വഴിയറിയാതെ ഭയം തോന്നി. അതവളുടെ ആദ്യത്തെ നഗരയാത്രയാണ്. മണിക്കൂറുകളോളം നടന്ന ശേഷം ഹുയിക്ക ജോലി ചെയ്യേണ്ടിയിരുന്ന ആയിടത്ത് അവളൊടുവിൽ എത്തിച്ചേർന്നു. തന്നെക്കാൾ മുതിർന്നതല്ലാത്ത ഒരു കൂട്ടം കുട്ടികൾ അവിടെ പണിയെടുക്കുന്നത് മിങ്സി കണ്ടു. ഹുയിക്കയെ നഗരത്തിലേക്ക് കൊണ്ടുവന്ന പെൺകുട്ടിയെ അവൾ അവിടെ കണ്ടു. എന്നാൽ യാഥാർത്ഥ്യം വീണ്ടും അവളെ തിരിച്ചടിച്ചു. ഹുയിക്ക അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ എവിടെ പോയി എന്നവൾ തിരക്കി. അവൻ പോയെന്നായിരുന്നു മറുപടി. എങ്ങനെ പോയെന്നായി അവൾ. അവൻ ബാത്റൂമിൽ പോയി, പിന്നെ തിരികെ വന്നില്ല. ഞാൻ അവനെ ഒരുപാട് തിരഞ്ഞു. ആ പെൺകുട്ടി മറുപടി കൊടുത്തു. എങ്കിൽ എന്റെ കൂടെ വന്നിവനെ ഇപ്പോൾ തിരയൂ എന്നായി മിങ്സി. ഇല്ല, എനിക്ക് ജോലി ചെയ്യണം. പക്ഷേ എനിക്ക് നീ 2 യുവാൻ തന്നാൽ ഞാൻ നിന്റെ കൂടെ വരാം എന്നാ പെൺകുട്ടി പറഞ്ഞു. ഒരു കുട്ടിയുടെ സുരക്ഷയ്ക്ക് അവന്റെ ജീവിതത്തിന് 2 യുവാനേക്കാൾ കുറഞ്ഞ വിലയേ ഉള്ളൂവെന്ന് മിങ്സിക്കപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഹൃദയം തകർന്നുവെങ്കിലും ആ പെൺകുട്ടിയുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി ട്രെയിൻ സ്റ്റേഷനിൽ ഹുയിക്കയെ തിരയാൻ സഹായിക്കുന്നതിന് അവൾ 2 യുവാനും 50 ഫെന്നും നൽകാൻ നിർബന്ധിതയായി. അതിന് തയ്യാറാവുകയും ചെയ്തു. നഗരത്തിലെത്തിയ ശേഷമുള്ള അവളുടെ ആദ്യത്തെ കഠിനമായ പാഠമായിരുന്നു അത്. ആ വലിയ നഗരത്തിൽ ദയയും മനസാക്ഷിക്കും പോലും ഒരിക്കലും വിൽപ്പനയ്ക്ക് വെക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് പോലും വിലയുണ്ട്. എന്തിനും പ്രതിഫലമുണ്ട്. പ്രതിഫലമില്ലാതെ അവിടൊന്നും നടക്കുന്നുമില്ല. അവരങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷൻ ജനസമുദ്രമായിരുന്നു. ബഹളങ്ങളുടെ കൊടുങ്കാറ്റ്, ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കിടയിൽ നിന്ന് ഒരു മണൽത്തരി തിരയുന്നത് പോലെയായിരുന്നു അവിടെ ഒരു ചെറിയ കുട്ടിയെ കണ്ടെത്തുന്നത്. അപ്പോഴാണ് അവിടെ സ്പീക്കറിൽ നിന്ന് അറിയിപ്പ് വരുന്നത്. കൂടെയുള്ള പെൺകുട്ടി ശ്രദ്ധിക്കുന്നത്. നമുക്ക് ഈ സ്പീക്കറിലൂടെ അവനെ വിളിച്ചാലോ? ആ പെൺകുട്ടി ചോദിച്ചു. മിങ്സി അതോടെ ആ പെൺകുട്ടിയെയും കൂട്ടി ബ്രോഡ്കാസ്റ്റ് റൂമിലേക്ക് ഓടി. അവരുടെ അവസ്ഥയിൽ മനസ്സലിഞ്ഞ ആ അനൗൺസർ ഉടൻ തന്നെ വിവരങ്ങൾ കുറിച്ചെടുത്തു. അറിയിപ്പ് നൽകാൻ തുടങ്ങുകയും ചെയ്തു. അവർ 2 പേരും വല്ലാത്ത ഉത്കണ്ഠയോടെ അവിടെ നിലത്തിരുന്നു. മിങ്സിയുടെ കണ്ണുകൾ ഹുയിക്കയുടെ ഏതെങ്കിലും അടയാളത്തിനായി ആ ജനക്കൂട്ടത്തിനിടയിൽ തിരഞ്ഞുകൊണ്ടേയിരുന്നു. അനൗൺസറുടെ മൃദുവായതും എന്നാൽ യാന്ത്രികവുമായ ശബ്ദം ആ വലിയ കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചു. മറുവശത്ത് വിശപ്പും തളർച്ചയും കൊണ്ട് ആകെ ക്ഷീണിതനായ ഹുയിക്ക നഗരത്തിലെ ഇടവഴികളിലൂടെ അലഞ്ഞുതിരിയുകയായിരുന്നു. അവനൊരു അപ്പക്കച്ചവടക്കാരന്റെ മുന്നിൽ നിന്ന് ഭക്ഷണത്തിലേക്ക് നോക്കി. അവന്റെ ആ അവസ്ഥയും നോട്ടവുമൊക്കെ കണ്ടപ്പോ ആ മനുഷ്യന് ദയ തോന്നി. അവൻ അദ്ദേഹം ഒരു കഷ്ണം ബ്രെഡ് നൽകി. ഒരു ദിവസം മുഴുവൻ തിരച്ചിൽ നടത്തിയ ശേഷം ഹുയിക്കയെ കിട്ടാതായതോടെ മിങ്സിയുടെ കൂടെയുള്ള ആ പെൺകുട്ടിക്ക് വല്ലാത്ത ദേഷ്യം വന്നിരുന്നു. അവൾ അക്ഷമ പ്രകടിപ്പിക്കാൻ ആരംഭിച്ചു. കുറച്ചുകൂടി കാത്തിരിക്കാൻ മിങ്സി അവളോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവൾ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. അവൾ തന്റെ 2 യുവാനും 50 ഫെന്നും മിങ്സിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി. പിന്നാലെയാണ് തന്റെ ഷിഫ്റ്റ് അവസാനിച്ച് ആ അനൗൺസർ ഇറങ്ങി വന്നത്. മിങ്സിയുടെ തകർന്നിരിക്കുന്ന മുഖം കണ്ട് അനൗൺസർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ നിയമങ്ങൾ മറികടന്ന് 6 തവണ വിവരങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു. എനിക്ക് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഫലിച്ചില്ല. കുട്ടിയെ കണ്ടെത്താൻ നീ മറ്റൊരു വഴിയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അതും പറഞ്ഞ് അവർ പോയി. മിങ്സി വഴിയിൽ തളർന്നു നിന്നു. വിശപ്പുള്ളിൽ നിന്ന് അവളെ കാർന്നു തിന്നുന്നുണ്ടായിരുന്നു. അതത്രമേൽ കഠിനമായി മാറി. റോഡരികിൽ ഒരു സ്റ്റാളിൽ തീ കത്തിയെരിയുന്നുണ്ട്. ഇരുമ്പു ചട്ടിയിൽ മുട്ടക്കേക്കുകൾ മുരിയുന്നു. അതിന്റെ മണം അവളെ വല്ലാതെ പ്രലോഭിപ്പിക്കുന്നുണ്ടായിരുന്നു. വിശപ്പിനും ആശയക്കുഴപ്പത്തിനും ഇടയിൽപ്പെട്ട അവൾ പെട്ടെന്ന് എന്തോ ശ്രദ്ധിച്ചു. അവൾ ഒരു കടയിൽ കയറി തന്റെ കയ്യിലുണ്ടായിരുന്ന അവസാന 4 യുവാൻ കൊടുത്ത് ഏറ്റവും വില കുറഞ്ഞ ഒരു മഷി ബ്രഷും ഒരു കുപ്പി മഷിയും കുറച്ച് കടലാസുകളും വാങ്ങി. തനിക്കായി അവൾ പണമൊന്നും ബാക്കി വെച്ചില്ല. ജീവിക്കാനുള്ള പ്രാകൃതമായ പ്രേരണയ്ക്കും അതിനേക്കാൾ ശക്തമായ കർത്തവ്യബോധത്തിനുമിടയിൽ അവൾ കർത്തവ്യബോധം തിരഞ്ഞെടുത്തു. സ്റ്റേഷനിലെ തണുത്ത പ്ലാസ്റ്റിക് ബെഞ്ചിൽ അവൾ ചുരുണ്ടുകൂടി. കാണാതായ ആളുടെ നോട്ടീസുകൾ എഴുതാൻ ആരംഭിച്ചു. ഓരോ താളുകളായി അവൾ എഴുതിക്കൊണ്ടേയിരുന്നു. രാത്രി കനക്കുകയും ചുറ്റുമുള്ള യാത്രക്കാർ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുമ്പോഴും കടലാസിലെ അവളുടെ പേനയുടെ മൃദുവായ ഉരസൽ അവളുടെ ഏകാന്തവും പിടിവാശിയുള്ളതുമായ ഒരു ഗാനമായി മാറി. പക്ഷെ അധികം വൈകാതെ അവളുടെ മഷി തീർന്നുപോയി. അവൾ അടുത്ത് ഒരു വാട്ടർ ടാപ്പ് കണ്ടെത്തി. തുരുമ്പിച്ച പൈപ്പിൽ നിന്ന് വിശപ്പടക്കാൻ അവൾ ആദ്യം അല്പം വെള്ളം കുടിച്ചു. തുടർന്ന് ബാക്കിയുള്ള മഷിയിലേക്ക് ശ്രദ്ധാപൂർവം വെള്ളം കലർത്തി. അക്ഷരങ്ങൾ മങ്ങിപ്പോകുന്ന ഓർമ്മ പോലെ കൂടുതൽ കൂടുതൽ മങ്ങി വന്നു. എങ്കിലും ആ നേർത്ത കടലാസുകൾക്ക് എങ്ങനെയെങ്കിലും ചിറകുകൾ മുളയ്ക്കുമെന്നും നഗരത്തിന്റെ എല്ലാ കോണുകളിലേക്കും പറന്നുയർന്ന് ഹുയിക്കയെ അത് തന്നിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും അവൾ
കരുതിയിരുന്നു. ആ രാത്രി മുഴുവൻ അതോർത്തവൾ എഴുതിക്കൊണ്ടേയിരുന്നു. ആ സമയം അതുവഴി കടന്നുപോകുന്ന ഒരു യാത്രക്കാരൻ നിലത്തു ചിതറിക്കിടക്കുന്ന മങ്ങിയ താളുകളിലേക്ക് നോക്കി തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഈ രീതി കൊണ്ടൊരു ഗുണവുമില്ല. ഇത് വെറുതെ നിന്റെ സമയം നഷ്ടപ്പെടുത്തുകയേയുള്ളൂ. ഇത് ഫലിക്കാൻ പോകുന്നില്ല. ആ വാക്കുകൾ മിങ്സിയേറെ നിരാശയിലാഴ്ത്തി കളഞ്ഞു. അത്തരമൊന്ന് അവൾ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. വഴിതെറ്റിപ്പോയൊരു മാൻകുട്ടിയെപ്പോലെ അവൾ ആ മനുഷ്യനെ നോക്കി. അവളുടെ നിരാശാജനകമായ അവസ്ഥ കണ്ട് അവളെ കൂടുതൽ വാക്കുകൾ കൊണ്ട് തകർക്കാൻ ആ മനുഷ്യന് സാധിച്ചില്ല. അദ്ദേഹം തനിക്കറിയാവുന്ന ഒരു മികച്ച വഴി നിർദ്ദേശിച്ചു. ഇവിടെ അടുത്ത് ടെലിവിഷൻ സ്റ്റേഷൻ ഉണ്ട്. അതാണ് നിന്റെ മുമ്പിലുള്ള ഏറ്റവും മികച്ച വഴി. ആ വഴിയിലൂടെ മാത്രമേ നിനക്ക് നിന്റെ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. നീ ആ ടെലിവിഷൻ സ്റ്റേഷനിൽ പോകൂ, ടിവിയിലൂടെ സംസാരിക്കൂ. ആ വിവരം വേഗത്തിൽ നഗരം മുഴുവനും അറിയും. അത് കേട്ടതും അത് നല്ലൊരു ആശയമാണെന്ന് അവൾക്ക് തോന്നി. വീണ്ടും കാൽനടയായി വഴിയിലുടനീളം ആളുകളോട് ചോദിച്ച് അവളൊടുവിൽ ടെലിവിഷൻ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അവൾ ഉള്ളിലേക്ക് ഗേറ്റ് കടന്ന നിമിഷം യൂണിഫോം ധരിച്ച ഒരു ഗാർഡ് അവളെ തടഞ്ഞു. ഓഫീസ് സമയങ്ങളിൽ റിസപ്ഷനിൽ ചെക്ക് ഇൻ ചെയ്യണം. നിനക്ക് വെറുതെ അങ്ങനെ നടന്നു പോകാൻ കഴിയില്ല എന്നായിരുന്നു ഗാർഡ് പറഞ്ഞത്. വിശപ്പും തണുപ്പും കൊണ്ട് തളർന്ന മിങ്സി ശരത്കാലത്തെ കാറ്റിൽ പറന്നുവന്ന ഉണങ്ങിയൊരു ഇല പോലെ മിനുക്കിയ മാർബിൾ തൂണിൽ ചാരി അവിടെ ചുരുണ്ടുകൂടിയിരുന്നു. അവൾ ഉറങ്ങിപ്പോവുകയും ചെയ്തു. കുറേയധികം സമയം കഴിഞ്ഞപ്പോൾ റിസപ്ഷൻ തുറന്നു. മിങ്സിയുടെ മുമ്പിൽ പക്ഷെ ഒരു പ്രക്രിയ തന്നെ നിലകൊള്ളുന്നുണ്ടായിരുന്നു. മിങ്സി റിസപ്ഷനിൽ എത്തി. അവിടുത്തെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞത് അവളുടെ ID കാർഡ് കാണിക്കാനായിരുന്നു. അത് വെച്ച് ഇവിടെ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2ാം നിലയിലെ പരസ്യ വിഭാഗത്തിലേക്ക് പോകാം. അവിടെ പണം കൊടുത്ത് കാര്യങ്ങൾ അനൗൺസ് ചെയ്യാം. അവളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. വെയിലും പൊടിയും കൊത്തുപണി ചെയ്ത് ജീർണിച്ച മുഖം മാത്രമാണ് ബാക്കി. ക്ഷീണം ഉണ്ടായിരുന്നിട്ടും അവൾ ആ സ്ത്രീയോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ദയയുമില്ലാതെ അവൾ മടക്കി അയക്കപ്പെട്ടു. പുറത്തേക്കിറങ്ങിയെങ്കിലും അവൾ അവിടം വിട്ട് പോയില്ല. പകരം തനിക്ക് ബാക്കിയുള്ള ഏറ്റവും കടുപ്പമേറിയതും പ്രാകൃതവും തളർത്തുന്നതുമായ ഒരു തന്ത്രത്തിലേക്ക് അവൾ കടന്നു. സ്റ്റേഷൻ പ്രവേശന കവാടത്തിൽ നിന്നുകൊണ്ട് ആ വഴി കടന്നുപോകുന്ന പ്രാധാന്യമുള്ളതായി തോന്നുന്ന ആരെ കണ്ടാലും അവൾ ഓടിച്ചെന്ന് ശ്വാസമടക്കി പിടിച്ച് അവരാണോ ആ സ്റ്റേഷന്റെ ഡയറക്ടർ എന്ന് ചോദിക്കാൻ തുടങ്ങി. പ്രഭാതത്തിന്റെ ആദ്യ വെളിച്ചം മുതൽ രാത്രിയിലെ മങ്ങിയ വെളിച്ചം വരെ അവളുടെ ചുണ്ടുകൾ വരളുന്നതുവരെ അവൾ വീണ്ടും അവളുടെ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്കൊക്കെ അവൾ ടാപ്പ് വെള്ളം കൊണ്ട് ചുണ്ടുകൾ നനച്ചു. വിശപ്പടക്കി. മറുവശത്ത് ഹുയിക്കയാകട്ടെ അപ്പോഴും ആ നഗരവീഥികളിൽ അലഞ്ഞുതിരിയുകയാണ്. അവൻ ഓരോ റെസ്റ്റോറന്റിനും ഹോട്ടലിനും പുറത്ത് കാത്തുനിന്നു. ഭക്ഷണത്തിലേക്ക് നോക്കി. ആരെങ്കിലും ദയ തോന്നി തനിക്കൽപ്പം ഭക്ഷണം തന്നാലോ എന്ന പ്രതീക്ഷ അവനിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ തിരക്കുള്ള ആ നഗരത്തിൽ ആരും അവനെ ഒന്നും നോക്കുന്നു പോലുമില്ല. ജനക്കൂട്ടത്തിനിടയിൽ ഒരു ഹോട്ടലുടമ പക്ഷെ അവനെ ശ്രദ്ധിച്ചു. അവനെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. വിശക്കുമ്പോഴെല്ലാം അവൻ അങ്ങോട്ടേക്ക് വരാമെന്ന് ഏറെ ദയുള്ള ആ സ്ത്രീ ഹുയിക്കയോട് പറഞ്ഞു. അന്ന് രാത്രി വിശപ്പും തണുപ്പും മിങ്സിയുടെ മെലിഞ്ഞ ശരീരത്തെ കൂടുതൽ കഠിനമായിട്ടലട്ടി. ഒരു പ്രേതത്തെ പോലെ ഭക്ഷണത്തിന്റെ മണം നിറഞ്ഞ നിയോൺ വെളിച്ചമുള്ള രാത്രി വിപണിയിലൂടെ അവൾ അലഞ്ഞുതിരിഞ്ഞു. ഒടുവിൽ ഒരു നൂഡിൽസ് സ്റ്റാളിന് പുറത്ത് ഒരു ഉപഭോക്താവ് ഉപേക്ഷിച്ചു പോയ ഒരു പാത്രം അവൾ കണ്ടു. കുറച്ച് സ്പൂൺ നൂഡിൽസ് അതിൽ ബാക്കിയുണ്ടായിരുന്നു. ഹൃദയം തകരുന്ന ഏതാനും നിമിഷങ്ങൾ. അവളുടെ വിശപ്പും ആത്മാഭിമാനവും തമ്മിൽ പോരാടി. തുടർന്ന് വേഗത്തിൽ ചുറ്റും നോക്കി. അവൾ ആ പാത്രമെടുത്ത് കഴിക്കാൻ ആരംഭിച്ചു. ഉപേക്ഷിക്കപ്പെട്ട ആ നൂഡിൽസ് പാത്രമാണ് അവൾ കൊടുത്ത പ്രോമിസ് പാലിക്കാൻ ശ്രമിച്ചതിന് അവൾ നൽകിയ ഏറ്റവും കഠിനമായ വില. അവൾ അതിന് വിലയായി കൊടുത്തത് അവളുടെ ആത്മാഭിമാനം തന്നെയായിരുന്നു. രാത്രിയിൽ തണുത്തൊരു ഇലക്ട്രിക് പോസ്റ്റിന്റെ ചുവട്ടിൽ മിങ്സി ചുരുണ്ടുകൂടി ഉറങ്ങി. ആ സമയം അവൾ എഴുതിയിരുന്ന ആ നോട്ടീസുകൾ ദയയില്ലാത്ത രാത്രികാറ്റ് തട്ടിയെടുത്തു കൊണ്ടുപോയി. അവൾ കണ്ണു തുറക്കുമ്പോൾ ക്ലീനിംഗ് തൊഴിലാളികൾ അവ മാലിന്യമാണെന്ന് കരുതി അടിച്ചുകൂട്ടി മാറ്റിയിരുന്നു. ഏറെ ദുഃഖത്തോടെയായിരുന്നു അവൾ ആ കാഴ്ച കണ്ടത്. പക്ഷേ അവളുടെ അങ്ങേയറ്റത്തെ ആ പിടിവാശി ഒടുവിൽ ചെറിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. 1.5 ദിവസമായി അഴുക്കുപുരണ്ട പിടിവാശിക്കാരിയായ ഒരു ഗ്രാമീണ പെൺകുട്ടി ഗേറ്റിന് പുറത്ത് നിൽക്കുന്നുണ്ടെന്നും കടന്നുപോകുന്ന എല്ലാവരോടും ഒരേ ചോദ്യം ചോദിക്കുന്നുണ്ടെന്നും ആ TV സ്റ്റേഷനിലെ ഡയറക്ടർ അറിഞ്ഞു. നിങ്ങളാണോ ഡയറക്ടർ എന്നാണ് അവൾ ചോദിക്കുന്നത്. ഡയറക്ടർ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. തല ഉയർത്തിപ്പിടിച്ച് കടന്നുപോകുന്ന ഓരോ മുഖവും ശ്രദ്ധയോടെ നോക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി. കഥ മുഴുവൻ അറിഞ്ഞ ഡയറക്ടർ വീണ്ടും വിചാരമില്ലാതെ നിയമങ്ങൾ മാത്രം ശ്രദ്ധിച്ച് ആ റിസപ്ഷനിസ്റ്റിനെ വിളിച്ച് ശാസിച്ചു. ഉറച്ചതും എന്നാൽ ദയുള്ളതുമായ ശബ്ദത്തിൽ, അവൾ 1.5 ദിവസമായി കാത്തിരിക്കുന്നു. അവൾക്കെന്തോ കുഴപ്പമുണ്ടെന്നാണോ നീ എന്നോട് പറയുന്നത്? അവളുടെ മനസ്സിനാണോ കുഴപ്പം, അതോ നിന്റെ മനസ്സിനോ എന്നായിരുന്നു ഡയറക്ടർ ദേഷ്യത്തിൽ ആ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു.
വിളിച്ചത്. ഡയറക്ടർ തന്നെ പിന്നാലെ അവളെ കാണാൻ പുറത്തു വന്നു. അവളെ കൂട്ടിക്കൊണ്ടുപോയി അവൾക്ക് ചൂടുള്ള ഭക്ഷണം വാങ്ങി നൽകി. മിങ്സിക്ക് തന്റെ എല്ലാ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഉച്ച സൂര്യനെ പോലെ തിളങ്ങുന്ന സ്റ്റുഡിയോ ലൈറ്റുകൾ വൈകാതെ മിങ്സിയുടെ കണ്ണുകളെ അടച്ചു. എല്ലാം വിഴുങ്ങാൻ പോകുന്നത് പോലെ തോന്നിക്കുന്ന മുമ്പിലുള്ള ആ വലിയ കറുത്ത ലെൻസിനെ അഭിമുഖീകരിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അവളുടെ ചുണ്ടുകൾ വിളറി, ശരീരം മുഴുവൻ മരവിച്ചു. പക്ഷെ അവൾ എന്നിട്ടും പിന്മാറിയില്ല. അവതാരിക അവളോട് മൃദുവായി സംസാരിക്കുകയും കാണാതായ വിദ്യാർത്ഥിയുടെ കഥ പറയാൻ അവളെ സഹായിക്കുകയും ചെയ്തു. ഹുയിക്ക പോയിരിക്കുന്ന ആ ലോകവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നുപോലെ മിങ്സി തന്റെ മുമ്പിലുള്ള ആ ലെൻസിലേക്ക് സൂക്ഷ്മമായി നോക്കി. ഭയത്തിന്റെയും വേദനയുടെയും തളർച്ചയുടെയും വേവലാതിയുടെയും 3 രാപ്പകലുകൾ അവൾക്ക് മുമ്പിൽ ഇല്ലാതായി മാറി. അവളുടെ പൊടിപുരണ്ട കവിളിലൂടെ കണ്ണീർ ചാലുകളായി ഒഴുകി. ആ കരച്ചിലിനിടയിൽ അവൾ തന്റെ മുമ്പിൽ നിന്ന് ആ തണുത്ത യന്ത്രത്തോട് കഥ മുഴുവനും വിളിച്ചു പറഞ്ഞു. ആ ചെറിയ കുട്ടിയുടെ കണ്ണീരിൽ കുതിർന്ന നിലവിളി ഒരു ചുറ്റിക പോലെ വീണ് സ്ക്രീനും അതിനപ്പുറമുള്ള ലോകവും തമ്മിലുള്ള ഓരോ ചുവരുകളും തകർത്തു. എണ്ണമറ്റ പ്രേക്ഷകരുടെ ഹൃദയത്തിലെ ഏറ്റവും മൃദുവായ ഭാഗത്ത് അവളുടെ വാക്കുകൾ വന്നു തട്ടി. അവളുടെ കണ്ണീരിന്റെ ചൂടവർ അറിഞ്ഞു. ഇതിനിടെ നഗരത്തിന്റെ മറ്റൊരു തണുത്ത കോണിൽ ഒരു ചെറിയ റെസ്റ്റോറന്റിന്റെ കവാടത്തിൽ ഹുയിക്ക ഇരിക്കുകയായിരുന്നു. ആ സമയം നേരത്തെ അവന് ഭക്ഷണം കൊടുത്ത ദയുള്ള ആ കടയുടമ ഓടിയെത്തി. കടയിലെ ചെറിയ ടെലിവിഷന് മുന്നിലേക്ക് അവനെ അവർ കൂട്ടിക്കൊണ്ടുപോയി. ഹുയിക്ക അമ്പരപ്പോടെ അതിലെ ദൃശ്യങ്ങൾ നോക്കിക്കണ്ടു. തന്റെ അധ്യാപികയായ മിങ്സി അവനെ തിരഞ്ഞ് അവിടെ എത്തിയിരിക്കുന്നു. അവനെ കാണാതെ കരയുന്നു. മിന്നലേറ്റതുപോലെ അവൻ തറഞ്ഞു നിന്നുപോയി. തന്നെപ്പറ്റി ഇത്രയും കെയർ ചെയ്യുന്ന ഒരാൾ ഈ ലോകത്തുണ്ടെന്നുള്ളത് ആ പയ്യനിൽ വല്ലാത്തൊരു ആശ്വാസവും വിശ്വാസവും കൂട്ടത്തിൽ ദുഃഖവും നിറച്ചിരുന്നു. അവന്റെ കവിളിലൂടെ കണ്ണീർ ഒഴുകിയിറങ്ങി. അവൻ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഹുയിക്ക മിങ്സിയുമായി വീണ്ടും ഒന്നിച്ചു. സ്റ്റേഷനിൽ നിന്ന് പൊടിപടലങ്ങൾ നിറഞ്ഞ പീഠഭൂമിയിലേക്ക് അവരെ തിരികെ കൊണ്ടുപോകാൻ ഡയറക്ടർ ഒരു കാർ അയച്ചു. കാറിൽ വെച്ച് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ഇപ്പം മിങ്സി ടീച്ചർ നിന്നെ തിരികെ കൊണ്ടുപോകുന്ന സ്ഥിതിക്ക് അവരൊരു നല്ല അധ്യാപികയാണെന്ന് നീ കരുതുന്നുണ്ടോ? അതേയെന്ന് അവൻ മറുപടി പറഞ്ഞു. നീയപ്പോ എങ്ങനെയാ മിങ്സി ടീച്ചർക്ക് നന്ദി പറയുക? ആ ചോദ്യത്തിന് ഹുയിക്ക മറുപടി കൊടുത്തു. ഞാൻ നന്നായി പഠിക്കും. ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കും. ഞാൻ ടീച്ചർക്ക് ധാരാളം സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. അതൊക്കെ എന്തിനാ? കാരണം എന്നെ കണ്ടെത്താൻ അവരൊരുപാട് കഷ്ടപ്പെട്ടു. എനിക്ക് വേണ്ടി അവർ അങ്ങോട്ടേക്ക് വന്നു. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അവരെ ഓർത്തിരിക്കും. അത് കേട്ട മിങ്സി പ്രകാശപൂരിതമായി പുഞ്ചിരിച്ചു. പരിചിതമായ ഗ്രാമത്തിൽ കാറെത്തിയപ്പോ പൊടിപടലങ്ങൾ പാറിയുയർന്നു. അവരെ സ്വീകരിക്കാൻ ഗ്രാമം മുഴുവൻ ഓടിയെത്തി. അവരുടെ കഥ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റിയിരുന്നു. അതോടെ ആ സ്കൂളിനെ തേടി സഹായങ്ങൾ എത്തി. പുസ്തകങ്ങൾ, ഡെസ്കുകൾ, കസേരകൾ, കളർ ചോക്കുകൾ. അതുവരെ അതൊന്നും കാണാത്ത കുട്ടികൾക്ക് അവയെല്ലാം ലഭിച്ചു. ക്ലാസ് മുറിയിൽ മിങ്സി തന്റെ വിദ്യാർത്ഥികളാൽ ചുറ്റപ്പെട്ടിരുന്നു. കളർ ചോക്കുകൾ അവർക്ക് മുന്നിൽ വിതറിക്കിടന്നു. ഓരോ കുട്ടിയും തങ്ങൾക്ക് പ്രിയപ്പെട്ട നിറം തിരഞ്ഞെടുത്ത് ബ്ലാക്ക് ബോർഡിൽ ഓരോന്നും എഴുതാൻ തുടങ്ങി. അധ്യാപിക എന്ന വാക്കുപോലും അത്രനാൾ പറയാൻ കൂട്ടാക്കാതിരുന്ന ഹുയിക്ക തന്റെ കയ്യിൽ കിട്ടിയ ചോക്ക് കഷ്ണം മുറുകെ പിടിച്ച് വളരെ ശ്രദ്ധയോടെ 2 വാക്കുകൾ എഴുതി. മിങ്സി ലോയ്. അതിനർത്ഥം അധ്യാപിക മിങ്സി എന്നായിരുന്നു. 13 വയസ്സുള്ള ആ പകരക്കാരിയായ അധ്യാപിക തന്റെ സംരക്ഷണയിലുള്ള ഓരോ കുട്ടിയുടെയും ഹൃദയം നിറഞ്ഞ ബഹുമാനം അങ്ങനെ നേടിയെടുത്തു. അവൾ തന്റെ യഥാർത്ഥ ദൗത്യം അവിടെ പൂർത്തിയാക്കുകയായിരുന്നു. ആ കഥ അവിടെ അവസാനിക്കുകയാണ്. ഈ സിനിമ ഓരോ തലമുറയിലെയും പ്രേക്ഷകരുടെ ഹൃദയത്തെ തൊട്ടിരുന്നു. ആ ഒരു യുഗത്തിന്റെ യാഥാർത്ഥ്യവും വേദനയുള്ളതുമായ ഒരു മുറിവിനെയാണ് സിനിമ ചിത്രീകരിച്ചു വെച്ചത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കഴിയുമെങ്കിൽ വീഡിയോ ഹൈപ്പ് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.